നമ്മുടെ തൃശ്ശൂർക്കാരിൽ ആകെ മൊത്തം ടോട്ടൽ എത്ര മണ്ടന്മാർ കാണും? അതറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിക്ക് ആകെ കിട്ടിയ വോട്ടുകൾ എത്ര എന്ന് നോക്കിയാൽ മതി. അത്രയും മണ്ടന്മാരുണ്ട് എന്നിപ്പോൾ കൃത്യമായും തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിയെ പോലെ ഒരാളെ പാർലമെൻറ്റിൽ തിരഞ്ഞെടുത്തയക്കുന്നത്, അതും കേരളത്തിൽ നിന്ന്, കഷ്ടം തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം നടത്തുന്ന പ്രകടനം, അദ്ദേഹം ഇപ്പോഴും കരുതിയിരിക്കുന്നത് വേറെ ഏതോ ലോകത്താണെന്നാണ്. ഇപ്പോഴും ഭരത്ചന്ദ്രൻ IPS ആണെന്ന് കരുതി പാർലമെൻറ്റിൽ സംസാരിക്കുന്നു, പത്രക്കാരോട് സംസാരിക്കുന്നു. ഇതെല്ലാം ബ്രിട്ടാസ് സഖാവ് പറഞ്ഞതുപോലെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹത്തിന് ഇപ്പോഴും ആവശ്യമാണ്. കൂടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെങ്കിൽ എല്ലാം കേമായി കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപി അപ്പോയിൻറ്റ് ചെയ്യുക. രഞ്ജി പണിക്കരെ കിട്ടുമോ എന്ന് നോക്കൂ, നന്നായിരിക്കും.